ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെമീസ് വേൾഡ്. നമുക്ക് ഇന്ന് ഒരു വറുത്തരച്ച വേളാപ്പാര കറിയുടെ റെസിപ്പിയാണ്. അങ്ങനെ ഞാൻ മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ വേണം. അത് മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചിയും കൊച്ചുള്ളിയും ഇട്ട് ഒന്ന് വഴട്ടുക. നല്ലപോലെ വഴളണമെന്നില്ല. അതിലോട്ട് തന്നെ നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉലുവയും കൂടി ഇടണമായിരുന്നു. അങ്ങനെ ഞാൻ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങയ്ക്ക് അധികം എണ്ണ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചേക്കുന്നത്. നമുക്കിനി ഇത് ബ്രൗൺ നിറം ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഞാൻ ഇങ്ങനെയാണ് എല്ലാ മീൻകറിയും വെക്കുന്നത്. അതിലേക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 2 കഷ്ണം പുളി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, 2 പച്ചമുളക്, 3-4 ചെറിയ ഉള്ളി എന്നിവ ആവശ്യമുണ്ട്. കടുക് വറുക്കുന്നതിലോട്ടാണ്. ചട്ടി ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഈ എടുത്ത് വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. അടച്ചു വെച്ച് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിള വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് പറക്കി ഇട്ട് കൊടുത്ത് ചെറു തീയിലിട്ട് എണ്ണ തെളിയുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വേളാപ്പാര മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ചീനിയാണ് കിട്ടിയിട്ടുള്ളത്. ചീനിയുടെ കൂടെ മീൻകറിയും കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചീനിയും മീൻകറിയും കൂടെ കഴിക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.